ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ മാജിക് ടിച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു യോക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മളൊരു പേപ്പറിൻ്റെ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു ഫുൾ പേപ്പർ ഉണ്ട് കേട്ടോ. അത് നടുക്ക് ഇതേപോലെ മടക്കിയിട്ട് ഇങ്ങനെ രണ്ടായിട്ട് മടക്കാം. നമ്മൾ ഏതൊരു തുണി നമ്മൾ ചുരിദാറിനാണെങ്കിലും ഫ്രോക്കിനാണെങ്കിലും നമ്മൾ യോക്കിന് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് മടക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ബേസ് നമുക്ക് ഈ ഒരു യോക്കിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കുക എന്നുള്ളതാണ്. ബാക്കി നമുക്ക് ചുരിദാറാണെങ്കിൽ കുറച്ചുകൂടെ ലെങ്ത്ത് എടുത്താൽ മതി. ഇനി നമുക്ക് മൊത്തം ലെങ്ത്ത് ഞാനിവിടെ ഈ ഒരു ഷീറ്റ് ഓഫ് പേപ്പറിൻ്റെ മൊത്തം ലെങ്ത്ത് ഞാൻ എടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ നീളം 3.5 ആണ് എടുക്കുന്നത്. ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഫ്രോക്കിനുള്ള യോക്ക്, അതുപോലെ തന്നെ ചുരിദാറിന് വേണ്ടിയിട്ടുള്ള മുകൾ ഭാഗം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് നെക്ക് 3.5 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് നെക്ക് 2.5 എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് ഒരു 1.25 ഞാൻ മെഷർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മൊത്തം നമ്മുടെ ഷോൾഡർ ഒരു 7 ഇഞ്ചസാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വലിയവർക്കുള്ളതാണെങ്കിൽ നമുക്കൊരു 8-9 ഒക്കെ, എത്രയാണ് നമ്മളെ ഷോൾഡറിൻ്റെ ലെങ്ത്ത് വെച്ചാൽ അതെടുക്കാം. അതുപോലെ തന്നെ നെക്ക് നമുക്കൊരു 5.5 ഒക്കെ എടുക്കാം. ഫ്രണ്ട് ബാക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡറിൻ്റെ ഇത് നമുക്ക് 2 മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ആം ഹോൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ആം ഹോളിന് വേണ്ടിയിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ സെയിം ലെങ്ത്താണ് എടുക്കേണ്ടത്. നമ്മളിവിടെ ഒരു 5 ഇഞ്ചസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ ചെസ്റ്റ് വരുന്നത് ഒരു 6 ആണ് നമ്മുടെ ചെസ്റ്റ് വരുന്നത്. ചെസ്റ്റിൻ്റെ അവിടെ നമുക്ക് മാർക്ക് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ 3 ഡോട്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കോർണറിൽ നിന്നും ഒരു 1 ഇഞ്ച് നമുക്ക് മുകളിലേക്ക് ഒരു ലൈന് വരച്ച് കൊടുക്കണം. നമുക്ക് കൈക്കുഴി, അതായത് ആംപിറ്റൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ഹാഫ് കൊടുക്കുക. ഹാഫ് എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കർവായിട്ട് ഇങ്ങനെ നമ്മുടെ ചെസ്റ്റിൻ്റെ ലാസ്റ്റ് ഇതിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് സീം അലവൻസിന് വേണ്ടിയിട്ട്, തയ്യൽ തുൻപിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഇടാം. ഞാനിവിടെ ഒരു 1 ഇഞ്ചസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ബാക്കും ഫ്രണ്ടും നമ്മളൊന്ന് ഒരു സ്ക്വയർ വരച്ച് കൊടുക്കണം. ഇതുപോലെ നമുക്ക് ഒരു ലൈനും കൂടെ ഇവിടെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഏത് മോഡൽ നെക്കാണ് വേണ്ടത് വെച്ചാൽ നമുക്ക് ഇതിനുള്ളിൽ വേണം നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട്. ഇനി നമുക്കൊരു ഹാഫ് ഇഞ്ച് നമ്മൾ ആം ഹോൾ ചെയ്ത പോലെ തന്നെ അവിടെ നമ്മൾ 1 ഇഞ്ചാണ് ചെയ്തത്. അതുപോലെ ഇവിടെ നമ്മളൊരു ഹാഫ് ഇഞ്ച് നമ്മളിങ്ങനെ ഇതേപോലെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിലും ചെയ്യാം. ഇനി നമുക്കതേപോലെ തന്നെ ഒരു കർവ്, നമുക്കിവിടെ ഏത് നെക്ക് മോഡലാണോ വെച്ചാൽ അത് നമുക്ക് വരച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ റൗണ്ട് നെക്കാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു
ഇതിനുള്ളിൽ വേണം നമ്മുടെ എല്ലാ മോഡൽ ലെങ്ത്തും നമുക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട്. അതിന് പുറത്തോട്ട് എക്സിഡ് ചെയ്യാൻ പാടില്ല. എക്സിഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്ക് നമുക്ക് ഓവറായി പോകും. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് എടുക്കേണ്ടത്. വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ ഒരു 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് അത് മാർക്ക് ചെയ്താലും മതി. ചെസ്റ്റിൻ്റെ സെയിം തന്നെ ആയിരിക്കും നമ്മുടെ ഹിപ്പ് സൈസും വരിക. അത് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഡോട്ട്സൊക്കെ കൂടെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് തയ്യൽ തുൻപോട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കൊടുക്കാം. ഞാൻ 1 ഇഞ്ച് മാത്രമാണ് ഇവിടെ തയ്യൽ തുൻപ് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര ആണോ വേണ്ടത് വെച്ചാൽ അതെടുക്കാം. ഫസ്റ്റ് ടൈം ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് സീം അലവൻസ് എടുക്കുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വരികയാണെങ്കിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ തുണി അപ്പോഴേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാർക്കിങ്സ്. ഇതാണ് നമ്മുടെ വേസ്റ്റ്. ഇവിടെ നമ്മുടെ ഹിപ്പ് സൈസും നമ്മൾ മാർക്ക് ചെയ്യാം. ഇതിന് താഴോട്ടാണ് നമ്മുടെ ഫ്രോക്ക് ആണെങ്കിൽ നമ്മുടെ പാവാടയുടെ ആ ഒരു തുണി നമുക്ക് വെച്ചിട്ട് അടിക്കാം. അതുപോലെ തന്നെ ചുരിദാറാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹിപ്പ് സൈസിൻ്റെ അവിടുന്ന് താഴോട്ടുള്ള മെഷർമെൻറ്റ്സ് എടുത്തതിന് ശേഷം നമുക്ക് സ്ലിറ്റ് മാർക്ക് ചെയ്തിട്ട് അങ്ങനെ ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് കൂടെ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു യോക്കിൻ്റെ കട്ടിങ് മാർക്കിംഗ് എന്ന് പറയുന്നത്. നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഫസ്റ്റ് നമ്മൾ ബാക്കാണ് കട്ട് ചെയ്യുന്നത്. ബാക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഒരുമിച്ച് കട്ട് ചെയ്യാം. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷൻ മാത്രം എടുത്തിട്ട് നമുക്ക് അത് സെപ്പറേറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആംഹോളും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സീം അലവൻസും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. ഞാൻ പറയാൻ പോയി ആംഹോളിൻ്റെ അവിടെ ഒരു 1/4 ഇഞ്ചും അതുപോലെ തന്നെ നെക്കിൻ്റെ അവിടെ ഒരു 1/4 ഇഞ്ചും കൂടെ നമ്മൾ മാർക്ക് ചെയ്യണം. ആ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ സീം അലവൻസ് ചെയ്ത പോലെ തന്നെ അത് മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. ഞാനതൊന്ന് വിട്ടുപോയി, നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. 1/4 ഇഞ്ചാണ് നമ്മൾ ആംഹോളിനും നെക്കിനും നമ്മൾ സീം അലവൻസ് കൊടുക്കാറ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ യോക്ക് കട്ടിംഗ് എന്ന് പറയുന്നത്. ഏതൊരു ഫ്രോക്ക് ചെയ്യുകയാണെങ്കിലും ചുരിദാർ ചെയ്യുകയാണെങ്കിലും അതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് ഈ ഒരു യോക്കാണ്, ഈ ഒരു മുകൾ ഭാഗമാണ്. അത് ഞാനൊരു കാര്യം കൂടെ വിട്ടുപോയി. നമ്മുടെ ഈ ഇവിടെ ഒരു 1/4 ഇഞ്ച് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 1/4 ഇഞ്ച് മതി. നമ്മൾ വലിയവർക്കൊക്കെ ആണെങ്കിൽ ഒരു 1/2 ഇഞ്ച് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ നെക്ക് വിഡ്ത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ചെരിച്ചിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുക. അത് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ഷോൾഡർ നമ്മളിത് അതുപോലെ ചെരിച്ച് കട്ട് ചെയ്യണം. എന്നാലും നമുക്ക് ആ ഒരു ഷോൾഡറിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.